എറണാകുളം ആലുവയിലെ ഒരു ഹോട്ടലിലുണ്ടായ കൊലപാതക കേസാണ്. ഹോട്ടലിൽ വാക്ക് തർക്കത്തിനിടെയാണ് വയോധികനെ കുത്തിക്കൊലപ്പെടുത്തിയത്. പറവൂർ കവലയിലെ ഹോട്ടലിലായിരുന്നു സംഭവം. വാക്കുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. ഏഴിക്കര സ്വദേശി ശ്രീനിവാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ചെറിയൊരു വാക്കുതർക്കത്തിനിടെയുണ്ടായ കൊലപാതകമാണ്. അതിന്റെ കാരണം എന്താണ്? ഈ ഒരു വാക്കുതർക്കം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോമെ, ഇത് സംബന്ധിച്ച് പോലീസ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ടയാൾ തൃശ്ശൂർ സ്വദേശിയാണ് എന്ന രീതിയിലുള്ള ഒരു വിവരമാണ് ഇയാളെക്കുറിച്ചുള്ളത്. കാരണം കൂടുതൽ വ്യക്തത ഇത് സംബന്ധിച്ച് മരണപ്പെട്ട ആളെക്കുറിച്ച് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ രണ്ടു പേരും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സുഹൃത്തുക്കളെ പോലെ ഈ ആലുവ പരിസരത്തെല്ലാം തന്നെ കാണപ്പെടുന്നവരാണ് എന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. 4:30 മണിയോടുകൂടിയാണ് രണ്ടുപേരും പറവൂർ കവലയിലുള്ള ഒരു ചായക്കടയിലേക്ക് എത്തുന്നത്. അവിടെ സംസാരിച്ചിരിക്കുന്നു. പിന്നീട് അതൊരു വാക്ക് തർക്കത്തിലേക്കും പരസ്പരം എങ്കിലും തള്ളും ചെയ്യുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ വരുന്നു. 70 വയസ്സുള്ള ഒരു വൃദ്ധനാണ് കൊല്ലപ്പെട്ടത്. ഇയാൾ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഈ വൃദ്ധൻ ഈ ആലുവയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ കടത്തിണകളിൽ ഉറങ്ങുന്നു. മറ്റ് സ്ഥലങ്ങളിൽ ഒരു ഭിക്ഷാടനത്തിൻ്റെ ശൈലി എന്ന രീതിയിൽ തന്നെയായിരുന്നു ഇയാൾ മുന്നോട്ട് പോയിരുന്നത്. ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രാത്രിയിൽ മദ്യപിക്കുന്നതും പതിവായിരുന്നുവെന്ന് ഇവരെ അറിയാവുന്ന പരിസരത്തുള്ളവർ പറയുന്നത്. കാരണം രണ്ടുപേരും ഒരുമിച്ച് പലപ്പോഴായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഒരു വിഷയത്തിലേക്ക്, കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി പോലീസിനും പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു തർക്കം നിലനിന്നോ എന്താണ് യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ച കൃത്യതയിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത് പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്ക് തർക്കത്തെ തുടർന്ന് ഇയാൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ കടലിൽ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്ത ഈ വൃദ്ധനെ കുത്തുകയായിരുന്നു. മാരകമായി പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ശ്രീനിവാസനെ പരിസരത്തുള്ളവർ ചേർന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. ഇയാൾ പറവൂർ സ്വദേശിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അയാളെ അവിടെ തടഞ്ഞു വെക്കുകയും പിന്നീട് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു. മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രി മോർച്ചറിലടക്കം മാറ്റിയിട്ടുണ്ട്. ഈ മരണപ്പെട്ട ആളുടെ വിശദാംശങ്ങൾ, അയാളുടെ എവിടെയാണ് വീട് എന്നത് സംബന്ധിച്ച് ബന്ധുക്കളെ കണ്ടെത്താനും വിവരങ്ങൾ അറിയാനുമുള്ളൊരു ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ, ആ രീതിയിലുള്ള ഒരു തർക്കങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കാരണം? കൊല്ലപ്പെട്ട ആളെ സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട് അല്ലെ ഡാനി? തൃശ്ശൂർ സ്വദേശിയാണെന്ന് പറയുന്നു. ഇവർ തമ്മിൽ മറ്റ് എന്തെങ്കിലും മുൻപരിചയം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇയാൾ ഈ ആലുവയിൽ എത്തിയത്? ഈ രണ്ടുപേരും ആലുവയിൽ എത്തിയത് ഒന്നിച്ചു വന്നതാണോ? ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണത്തിൽ? അക്കാര്യത്തിൽ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി പോലീസ് ഒരു അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായിരുന്നു ഇതിൻ്റെ ഒരു കൊലയ്ക്കുള്ള ഒരു കാരണമെന്നതും അതോടൊപ്പം തന്നെ ഇയാളെ സംബന്ധിച്ച് കൊല്ലപ്പെട്ടയാളുടെ ഒരു വിവരങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചും അയാളുടെ വിവരങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തൃശ്ശൂരിലടക്കം ഇയാളുടെ ഒരു വിവരങ്ങളോ ബന്ധുക്കളെ അടക്കം കണ്ടെത്താനുള്ളൊരു ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അയാൾ ആലുവയിലും പരിസരത്തും ഉണ്ടായിരുന്നതായാണ് പരിസരത്തുള്ളവർ പറയുന്നത്. ഈ പ്രത്യേകിച്ച് കടയിലെ ജീവനക്കാരും മറ്റും പറയുന്നത് കണ്ട പരിചയമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് നാട്ടുകാരടക്കം സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇരുവരും തമ്മിലുള്ളൊരു സൗഹൃദമെന്ന് തോന്നിക്കുന്ന രീതിയിലേക്കുള്ളൊരു നടപ്പ് തുടങ്ങിയിട്ടെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും ഒരുമിച്ച് മദ്യപിച്ചിരുന്നതായുമെല്ലാം ഇവരെ അങ്ങനെ ആ സാഹചര്യത്തിൽ കണ്ടവരെല്ലാം തന്നെയുണ്ട്. അത് സംബന്ധിച്ചും പോലീസിനോട് അവർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു തർക്കത്തിലേക്ക് നീങ്ങുന്നു, എന്താണ് പെട്ടെന്നുണ്ടായ ഒരു കാരണം? ഒരാളെ കൊലപ്പെടുത്തുക, അതും തീർത്തും വൃദ്ധനായ അയാളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണമെന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പം ഈ ശ്രീനിവാസ് ലഹരിക്കടിപ്പെട്ട ഒരാളാണോ? അത്തരം സാഹചര്യങ്ങളുണ്ടോ? ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണെന്നതെല്ലാം പോലീസ് അന്വേഷിച്ച് വരികയാണ്. അതിനെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ വൈകിട്ടത്തോടെ പോലീസ് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കൊലപാതകം ഈ ആലുവയിൽ സാധാരണഗതിയിൽ നമുക്ക്
പരിചിതമായ ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട പല തർക്കങ്ങളും അങ്ങനെ അത്തരം കാര്യങ്ങൾ വരെയുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും തന്നെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി 2 പേർ ഏറ്റുമുട്ടും, ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത്തരമൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് രീതിയിലേക്ക് ആ പരിസരങ്ങൾ മാറുമ്പോൾ ഒരു ആളുകൾക്കുള്ളൊരു ആശങ്കകളുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്നൊരു കൊലപാതക സാഹചര്യവുമെല്ലാം അതൊന്നുകൂടി കൂട്ടുകയാണ്. എന്തായാലും പോലീസ് എന്താണ് ഇവർക്കിടയിൽ നടന്നതെന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ആലുവയിലാണ് ഹോട്ടലിൽ വെച്ച് വാക്കുതർക്കത്തിനിടെ വയോധികനെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയത്.